അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു ഭംഗിവാക്കല്ല, പ്രവൃത്തിയിൽ തെളിയിച്ച സത്യമാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവിടുത്തെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു. മനുഷ്യത്വമുള്ളവർ അത് അംഗീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യവുമാണ്. മതമോ ദേശമോ വർഗമോ ഒന്നും അവിടെ പ്രശ്നമല്ലായിരുന്നു. നിമിഷപ്രിയയുടെ കേസ് നമുക്കറിയാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷ നടപ്പിലാക്കേണ്ട തീയതി പോലും കുറിക്കപ്പെട്ട സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടൽ, ഇപ്പോഴിതാ കാന്തപുരം ഉസ്താദിൻ്റെ മറ്റൊരിടപെടൽ 6 സ്ത്രീകൾക്ക് വലിയ കാരുണ്യമായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ ത്വായിഫിലേക്ക് ക്ലീനിങ് ജോലിക്ക് വേണ്ടി പോയ 6 മലയാളി സ്ത്രീകൾ അവർക്ക് ശമ്പളം കൊടുക്കാതെ, അവർക്ക് ഇഖാമ പുതുക്കി കൊടുക്കാതെ, എന്നു മാത്രമല്ല സൂപ്പർവൈസറിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ പോലും അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇടപെടുകയും അവരുടെ 2 സ്ത്രീകൾ ഇതിനോടകം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ബാക്കി 4 പേർ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. എന്നു മാത്രമല്ല അവരുടെ ശമ്പളം മുഴുവൻ കൊടുത്തു അവരെ മർദ്ദിച്ച സൂപ്പർവൈസറെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. സൗദിയിലെ തായിഫിൽ ക്ലീനിംഗ് ജോലിക്കെത്തി ദുരിതത്തിലായ മലയാളി വനിതകൾക്ക് ഒടുവിൽ മോചനം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ICF നടത്തിയ നിയമ പോരാട്ടമാണ് വനിതകൾക്ക് തുണയായത്. ആദ്യഘട്ടത്തിൽ 2 വനിതകൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങി. കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടലിനെ തുടർന്ന് 2 സ്ത്രീകൾ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ്. ഇനി അതിൻ്റെ വിശദ വിവരങ്ങൾ കൂടി പറയുന്നുണ്ട്. ത്വായിഫിലെ വാദി മുഹമ്മീഖാദിൽ ജോലിക്കെത്തിയ 6 മലയാളി സ്ത്രീകളാണ് കഴിഞ്ഞ 2 വർഷമായി ദുരിതത്തിലായത്. താമസരേഖയായ ഇഖാമ പുതുക്കി നൽകാനോ മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല. ഇതിനിടെ നീതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൗജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് ICF പ്രവർത്തകർ നിയമസഹായവുമായി രംഗത്തെത്തി. ലേബർ ഓഫീസ് മുതൽ പ്രോസിക്യൂഷൻ വരെ നീണ്ട നിരന്തരമായ ഇടപെടൽ വഴി ശമ്പളം കുടിശ്ശികയും നാട്ടിലേക്കുള്ള ടിക്കറ്റും കമ്പനി നൽകി. മർദ്ദനമേറ്റ സൗജത്തിന് മികച്ച ചികിത്സ ഉറപ്പാക്കിയ ICF പ്രവർത്തകർ അക്രമിയായ സൂപ്പർവൈസറെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. ഇതാണ് കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ. മനുഷ്യൻ ദുരിതമനുഭവിക്കുന്നിടത്ത് ഉസ്താദിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. സൗദി അറേബ്യയിലെ ത്വായിഫിലെ ആ കമ്പനിയുമായി സംസാരിക്കുകയും 2 കൊല്ലത്തോളമായി കുറച്ചു സ്ത്രീകൾ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ കമ്പനി മേധാവികളുമായി സംസാരിക്കുകയും അവരുടെ മോചനത്തിൻ്റെ വഴികൾ തുറക്കുകയും അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നീക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ പ്രവാസ ലോകത്തെ സംഘടനയായ ICFനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ICF എന്ന് പറയുന്ന സംഘടന പ്രവാസ ലോകത്ത് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെറുതല്ല. ഞാൻ ആ സംഘടനയെ അടുത്ത് നിന്ന് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. എത്രയോ മനുഷ്യന്മാർക്കാണ് ICFൻ്റെ ഇടപെടൽ പ്രയോജനം ചെയ്തിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഈ കേരള യാത്രയിൽ നമ്മൾ കേട്ടിരുന്നു റിഫായി കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ICFനാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഉമ്മമാർക്ക് മാസം തോറും ഒരു ഹദിയ കൊടുക്കുന്ന പദ്ധതി. അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ എല്ലാം പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്നത് ശേഖരിച്ചു വെച്ച് ഈ മലയാള നാടിന് വേണ്ടി ദേശാന്തരങ്ങളിലിരുന്ന് ദേശം പണിയുന്നവർ എന്നാണ് ICFനെ കുറിച്ച് പറയുന്നത് തന്നെ. അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ
പ്രവർത്തനങ്ങൾ കാരണം ആ സൂപ്പർവൈസർ ഇപ്പോൾ നിയമത്തിൻ്റെ മുമ്പിലാണ്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.